ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂൺ എക്സാമിലെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അതേപോലെ തന്നെ ആരൊക്കെ ഈ സമയം അസൈൻമെൻറ്റ് വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 2025 ജൂൺ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമും എഴുതി അസൈൻമെൻറ്റും സബ്മിഷൻ ചെയ്തതിന് ശേഷം അസൈൻമെൻറ്റിൽ ഫെയിലായി, ഇപ്പോൾ 35 മാർക്ക്, മിനിമം മാർക്ക് 40 ആണ്, അതിൽ 35 കിട്ടിയിട്ട് അസൈൻമെൻറ്റ് ഫെയിലായവരും ഈ സമയത്ത് അസൈൻമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ മെയിനായിട്ട് നിങ്ങൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഈ ജൂൺ സമയത്ത് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എക്സാം രജിസ്ട്രേഷൻ എന്തായാലും ഈ മാർച്ച് പകുതിയാകുമ്പോഴേക്കും വിളിക്കും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ജൂണിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായി നിങ്ങൾ അസൈൻമെൻറ്റ് വെച്ചിരിക്കണം. കാരണം നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്കും തിയറി മാർക്കും കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ റിസൾട്ട് വരുന്നത്. അതുകൂടാതെ നിങ്ങളെടുത്ത കോഴ്സിൽ പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം അതിൻ്റെ മാർക്കും കൂടി ഗ്രേഡ് കാർഡിൽ ആഡ് ആവേണ്ടതായിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിലും അസൈൻമെൻറ്റ് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് രണ്ടും, അസൈൻമെൻറ്റും തിയറി മാർക്കും, പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ അസൈൻമെൻറ്റും തിയറി മാർക്കും കൂടിയിട്ടാണ് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പാസ്സാവുക. ഇനി നിങ്ങൾ ജൂൺ എക്സാം എഴുതാൻ അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾ അതിൻ്റെ അസൈൻമെൻറ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഡിസംബറിലാണ് മറ്റോ അതിൻ്റെ അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നൊരു പ്രാവശ്യം അതിൻ്റെ അസൈൻമെൻറ്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്ക് ഓൾറെഡി ഗ്രേഡിൽ വന്നിട്ടുണ്ടാകും. ഒരു സബ്ജക്റ്റിന് ഒരു അസൈൻമെൻറ്റ് മാത്രം വെച്ചാൽ മതി. ഈ ജൂൺ എക്സാമിന് വേണ്ടി നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാൽ കറൻ്റ്ലി ഉള്ളത് മാർച്ച് 31 ആണ്. അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏപ്രിൽ 30 വരെയൊക്കെ നീളാറുണ്ട്. അത് എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. മെയിലൊക്കെ ആവാറുള്ളത് വളരെ ചാൻസ് കുറവാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ മുകളിലുള്ളത് വാലിഡിറ്റി ഡേറ്റ് മാത്രമാണ്. അത് നിങ്ങളുടെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് അല്ല. അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത് മാർച്ച് 31 വരെയാണ്. അതെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്താലേ നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ 100% അത് ഷുവറാണ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നത്. ഇപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മാർച്ച് 31 മുമ്പ് തന്നെ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രിപ്പറേഷൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ റെഡി ആവില്ല, മാർച്ച് 31 മുമ്പ് നിങ്ങളുടെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആവില്ല എന്നുള്ളവർക്ക് എന്തായാലും ഏപ്രിൽ 30 എന്തായാലും സമയമുണ്ടാകും. അപ്പോൾ സമാധാനത്തിൽ ചെയ്താൽ മതി. അസൈൻമെൻറ്റ് എവിടെയാണ് സബ്മിഷൻ ചെയ്യുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ എവിടെയാണ് നമ്മൾ സ്റ്റഡി സെൻറ്ററായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എത്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അസൈൻമെൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ എത്തിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോസ്റ്റൽ വഴിയും അയക്കാവുന്നതാണ്. ഇനി അസൈൻമെൻറ്റ് ആരൊക്കെ വെക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വരുന്ന 2025 ജൂണിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മുമ്പൊന്നും അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഈ സമയത്ത് അസൈൻമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം അസൈൻമെൻറ്റ് മാർക്കും തിയറി മാർക്കും ഒന്നിച്ച് കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ നിങ്ങൾ മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സബ്ജക്റ്റിന് ഒരു തവണ മാത്രം അസൈൻമെൻറ്റ് വെച്ചാൽ മതി. ചുരുക്കി പറഞ്ഞ ഈ 2024 ഡിസംബർ സെക്ഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്ത സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിനും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത കുട്ടികളും ഈ വരുന്ന ജൂൺ സെക്ഷനിൽ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ അസൈൻമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ 2024 ജൂലൈ സെക്ഷനിൽ ഇയർ വൈസായിട്ട് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഫ്രഷ് അഡ്മിഷൻ ചെയ്ത കുട്ടികൾക്കും ഈ സമയത്ത് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന അവരും ഈ സമയത്ത് അസൈൻമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മുമ്പ് എലിജിബിലിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ അസൈൻമെൻറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ സമയത്ത് അസൈൻമെൻറ്റ് വെച്ചിട്ട് എക്സാം എഴുതാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്